മീഡിയ വൺ ഈ വിഷയത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന വാർത്തകൾ മുഴുവൻ രാജ്യദ്രോഹപരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മതം ചോദിച്ചിട്ടാണ് കൊല നടത്തിയത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. മീഡിയ വൺ അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല, ആ ഭീകരാക്രമണം നടത്തിയത് കശ്മീരികൾ പോലുമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു. ഒരു ദൃക്സാക്ഷിയുടെ വിവരണം എന്ന നിലയിൽ മീഡിയ വൺ കൊടുത്തത് കേട്ട് ഞെട്ടിപ്പോയി. അവർ പറയുകയാണ്, പട്ടാള വേഷത്തിലാണ്, പക്ഷെ കാവിയാണ് ധരിച്ചതെന്ന്. ഏത് പട്ടാളക്കാരനാണ് ഇന്ത്യയിൽ കാവി ധരിക്കുന്നത്? രാജ്യത്തെ സകല മാധ്യമങ്ങളും പറയുന്നു പട്ടാള വേഷത്തിലാണെന്ന്. പട്ടാള വേഷമാണെന്ന് ഈ ദൃക്സാക്ഷിയും മീഡിയ വണ്ണിനോട് പറയുന്നുണ്ട്. പക്ഷേ കാവിയാണത്രേ. അതുപോലെ താടിയില്ല, കണ്ടാൽ കശ്മീരിയാണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ മീഡിയ വണ്ണിനോട് മാത്രം ഒരു ദൃക്സാക്ഷി പറയുന്നു. അത് മലയാളിയുടെ ദൃക്സാക്ഷി. ബോധപൂർവമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം ദുഷ്പ്രചരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ മൗദൂദി ചാനലിന്റെ അടുപ്പൂട്ടി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്നലെ അജിംസ് എന്ന ആ ചാനലിലെ ഒരുത്തനിരുന്ന് പറയുന്ന വൃത്തികേടുകൾ കേട്ടാൽ രാജ്യസ്നേഹമുള്ളവരുടെ കൈ തരിക്കും എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതോടുകൂടി ഭീകരപ്രവർത്തനം കുറഞ്ഞു, അവിടുത്തെ ടൂറിസ്റ്റുകളുടെ വരവ് വന്നു എന്നൊക്കെ പറഞ്ഞത് വ്യാജമാണ് എന്ന് അവൻ പറയുന്നത്. അവന് തന്നെ ഉറപ്പില്ല. അവൻ പറയുന്നത് അതൊക്കെ കുറച്ചൊക്കെ ശരിയാണ്, ഭീകരാക്രമണം കുറഞ്ഞു, അവിടെ ടൂറിസ്റ്റുകൾ കൂടി. പക്ഷേ ഇതാ 2025 ആയപ്പോഴേക്കും എല്ലാം മാറിയിരിക്കുന്നു. 28 പേർ ഒരുമിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതോടെ കണക്ക് തെറ്റിയിരിക്കുന്നു. അതുകൊണ്ട് 370 തകർത്തതാണ് കുഴപ്പം എന്ന് പറഞ്ഞ് അവന് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത വാദത്തോടി മുമ്പോട്ട് പോയിട്ട് രാജ്യദ്രോഹപരമായ ചില പരാമർശങ്ങൾ നടത്തുന്നു. പക്ഷെ അത് കേട്ടാൽ ചോര തിളച്ചു പോകും എന്നത് വാസ്തവമാണ്.